ഒരു കപ്പയും ചമ്മന്തി അല്ലെ ഈ ഉറപ്പുള്ള തെങ്ങ് പറഞ്ഞിട്ട് ഒരു കപ്പയും ചമ്മന്തി തന്നെ ഒരു മീൻചാറും കൂടി ഇല്ലാണ്ട് എന്തൊരു കഷ്ടമാണ് ഇപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങോട്ട് ചമ്മു ഇന്ന് വൈകുന്നേരം ആയാലും ഇത് തുറന്നിട്ടില്ല എന്നിട്ട് 4 എണ്ണം. ഓ ഇത്ര അച്ഛൻ ഇത്തിരി കൊത്തിക്കട്ടെ ആന്നില്ല മനുഷ്യന് അച്ചോ. ആ ഒച്ചേക്കുന്നത് രാജൻ കൂർക്കാൻ വലിക്കുന്ന ഒച്ചയാണല്ലോ. പണിയെടുക്കാൻ പറഞ്ഞാൽ തെങ്ങിൻ്റെ മറ്റൊന്ന് ഉറങ്ങിയേക്കും. ഓന് ഞാൻ കൊടുക്കാം. അല്ല രാജ, നീ കിടന്ന് ഉറങ്ങുക. നീ എന്തിന് വന്നാടോ? ആ അയ്യോ രാധേച്ചിയെ, അതെ ഇവിടെ എന്താ ഒച്ച കേൾക്കുന്നുണ്ട്. ഞാൻ ഏതോ നേരം കേൾക്കുന്നുണ്ട്. എന്താന്ന് അറിയാൻ ഞാൻ നോക്കിക്കുക. ആ ഒച്ച നീ കൂർക്കം വലിക്കുന്ന ഒച്ചയുടെ കേട്ട് ഇനി എന്നെ പേടിച്ചു പോയതായിരിക്കും. ഇല്ല പിന്നെ ഒച്ച കേട്ടിരിക്കുന്ന പോലെ. നീ ഇത്രയും നേരം അതിലൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പണി നീക്കുഞ്ഞി 2 കൊത്തെത്തി ആടി ഇരിക്കുക, എവിടെ ഇരിക്കുക, തെങ്ങിൻ്റെ മരട്ടിടന്ന് ഉറങ്ങുക. ഇതാണ് എൻ്റെ പണി. നിങ്ങളങ്ങോട്ട് പോയിക്കോളി, ഞാൻ ഇത് റെഡിയാക്കി അങ്ങോട്ട് വരാം. ചായ ആയില്ലേ? വല്ലാത്തൊരു സാധനം തന്നെയാട്ടോ നീ. ആ ചായ അയക്കണേ, ഇനി ചായ വന്ന് കുടിച്ചോ, എന്നിട്ട് ബാക്കി എടുക്കാം. എന്തെങ്കിലും എടുത്തുക്കണേ വേണ്ടിയില്ല. ആ അപ്പം തന്നെ വരാം. ചായ അയക്കണല്ലോ, നല്ല ചായ കുടിച്ചിട്ട് ബാക്കി എടുക്കണേ. കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വിശന്ന് പണ്ടാലടങ്ങണം. കപ്പയും ചമ്മന്തി അല്ലേ, അത് വേണ്ടിയില്ല. വിഷം കഴിഞ്ഞു. പെണ്ണുങ്ങൾ ഇവിടെ ഇടുന്നുണ്ടോ? ഇവിടെ ഇല്ല പെണ്ണുങ്ങൾ. ഞാനിവിടെ കുരുമുളകിൻ്റെ തൈ കണ്ടിട്ടുണ്ട്. ഈശ്വര, അതന്നെ തന്നെ. ഹായ് നല്ല മണം പച്ചക്കുരുമുളകിൽ. മത്തിയിലൊക്കെ നല്ല രസമാണ്. ഇതിലപ്പോൾ ഒന്ന് എടുക്കൊരു കവറും കാണുന്നില്ലല്ലോ. ഇതെങ്കിലും ഇത് ചുറ്റിട്ടിരിക്കണം. വലിയ അൽഫാമോ കുൽഫാമോ എന്തൊക്കെയോ തിന്നിട്ടതായിരിക്കണം. ഇത് മതി, ഇതിലിപ്പോൾ പൊറുക്കിയെടുക്കാം. രണ്ട് കറക്കുള്ള വായിക്കില്ല, എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണ്ടേ. മന്തി രാധേച്ചിയേ, രാധേച്ചിയേ. ചമ്മ ആള് കൊയങ്ങി. അല്ലടോ, എൻ്റെ പണി കഴിഞ്ഞു എത്ര പെട്ടെന്ന്. രാധേച്ചിയെ ഒരു 700 ഉറുപ്പ്യ എന്നിട്ട്. അല്ല മോനെ, 700 ഉറുപ്പ്യോ? ഇതെന്ത് കഥ? 4 മണി ഇങ്ങോട്ടായിട്ടുള്ളൂ, അപ്പത്തേ പണിയും തീർത്ത്. അല്ലെങ്കിൽ ഒരു തെങ്ങ് ഫുള്ളാങ് കൊത്തി തീർത്തിനേം വേണ്ടിയില്ല. ഇത് നായി മാന്തി ഇട്ടായി ആക്കി വെച്ചിക്കിന്. ഇത് എന്തെടുത്ത് അത്? ഇതാണ് എൻ്റെ പണി, എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പണി. അല്ലെങ്കിൽ വല്ലാത്തൊരു കൂലി തന്നെ. എന്താ രാധേച്ചി നിങ്ങൾ പറയുന്നത്? 700 ഉറുപ്പ്യല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, 7000 ചോദിച്ചില്ലല്ലോ. എന്തുറപ്പുള്ള തെങ്ങാന്നറിയോ നിങ്ങൾക്ക്? അല്ല പിന്നെ അല്ല മോനെ, ഇത് എന്ത് ഉറപ്പായാലും ഇനി തെങ്ങന്നെയല്ലേ കൊത്തി, വേറെ ഒന്നല്ലല്ലോ. ഓൻ്റെ ഒരു ന്യായം പറയലുണ്ടില്ലേ. ഞാൻ രാവിലെ എങ്ങാൻ കൊത്തുന്നില്ലേ രാധേച്ചിയെ? സമയം 4 മണി കഴിഞ്ഞ്. മനുഷ്യനൊരു റെസ്റ്റൊക്കെ വേണ്ടേ? അല്ലടോ, നീ റെസ്റ്റ് എടുക്കാൻ നീ പണിയെടുത്തിക്കോ. എന്തെടുത്താന്ന് വെള്ളം എന്ന് പറഞ്ഞ് വെള്ളം ഇവിടെ ചളിയാവും മറ്റേതാവും എന്നിട്ട് ജഗ് ഇവിടെ ചനക്ക് 24 മണിക്കൂർ ഇവിടെ വന്ന് വെള്ളം കുടിക്കാനല്ലേ. ആ പേരും പറഞ്ഞ എനിക്ക് ഇവിടെ കുത്തിരിക്കുകയും ചെയ്യാം. എന്നിട്ട് ആടെ കിടന്ന് ഉറങ്ങുക. എന്തെല്ലാണ് ജമ്മോ, ഒരു തെങ്ങാളെ ഫുൾ ആക്കിക്കിനേം വേണ്ടിയില്ല, അതും ഇല്ല. നിങ്ങളെ അയ്യോ ഒരു തെങ്ങെങ്കിലും അത്ര ആക്കി കിട്ടിയതെന്ന് വിചാരിച്ചോളി. അല്ല പിന്നെ നിങ്ങൾ വേറെ പണിക്കാരെ നോക്കിക്കോളിയതേ. എനിക്ക് 100 പണി വേറെ ഉണ്ട്. ഇല്ല പൈസ അറിയുമ്പോൾ അല്ലെങ്കിലും പെണ്ണുങ്ങൾക്കുള്ള അങ്ങനെ സ്വഭാവം. ആടെ ഞാൻ വേറെ പണിക്കാരെ വെക്കും. എന്നെ പോലത്തെ വെച്ചാലേ പൈസ പോകുക എന്നല്ലാണ്ട് പണിയൊന്നും നടക്കൂല. എന്തെടുത്ത് അത്? ഇല്ല പിന്നെ നിങ്ങൾ 700 ഉറുപ്പ്യ കടി, ഞാൻ പോട്ടെ. എനിക്ക് പകുതി ആക്കിയിട്ട പണി വേറെ ഉണ്ട്.
വേറെ ചെയ്യായി. ഞാൻ അത് പോയി ചെയ്യട്ടെ. ഇല്ല പിന്നെ പൈസ തരാം. അപ്പം സൗകര്യമില്ല. എൻ്റെ അടുത്ത് അത് 700 റുപ്യ, ഒരു 10-200 തരാം. 700 ഇവിടെ തരാൻ കഴിയില്ല. നിങ്ങളെന്ത് വർത്താനാന്ന് പറയുന്നേ? പൈസ എങ്ങടിയതേ പണിയെടുപ്പിച്ചിട്ട് പൈസ ഇല്ലയെന്നോ? ഇതെടുത്ത ഞാൻ പണി കാണിച്ചുണ്ട, ഇനി എടുത്ത പണി ഞാൻ കാണിച്ചുണ്ടാ, എന്നാത്തിരി പൈസ തരാം. അതിനേതുമില്ല. അല്ല അത് പോട്ടെ, ഈ 700 റുപ്യയിൽ പുറമേ കപ്പയും ചമ്മന്തിയും ചോറും എല്ലാം നല്ലോണം തിന്നിക്കല്ലോ, അതിനൊന്നും കണക്കില്ലേ? എന്തെന്നാ ഇത്? അപ്പം ചോറും ചായയും തിന്ന കണക്കറിയാം. അല്ലെങ്കിൽ കുളിപ്പുണ്ടോ നീ ചോറും ചായയും തിന്ന കണക്കൊക്കെ പറയാൻ? ഈറ്റാ കൂലി പറയാ, എനക്കൊരു എളുപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്കറിയാം എനിക്കും ഇല്ല എളുപ്പ്. അല്ല പിന്നെ ഈറ്റാ പറ്റുമോ? ഞാൻ ഒരു പുര പോയിട്ട് ഇന്നേ വരെ ഒരു ചോറും ചായയും തിന്ന കണക്ക് പോലും ഇഞ്ഞോട് അറിഞ്ഞില്ല. നിങ്ങൾ മാത്രമാണ് പറയുന്നത്. ആടോ ഞാൻ പറയൂ, എൻ്റെ പണി അയറ്റാലാ. എനിക്ക് വേറെ പണി ഇട്ടായിട്ടൊന്നല്ല, നിങ്ങൾ വിളിച്ചാലേ വെച്ചിട്ട് വന്നാ. പിന്നെ 500 റുപ്യ കൊടുത്തോളി. ചമ്മോ ഇത് വല്ലാത്തൊരു സ്വരിക്കടായി പോയല്ലോ. 700 തരാം. ചച്ചോ ഒഴിവാക്കിയ പോലെ ഞാൻ തരുവാ 700. ഓക്കെ, ഞാൻ എന്താ വിളിച്ചോണ്ടിട്ടോ. ബാക്കി തെങ്ങ് വേറെ ആരും കൊത്തി തരൂ. എനിക്കേ നാളെയൊക്കെ പണിയുണ്ട്, ആവില്ല. ഓക്കെ, വേറെ പണി ഏറ്റവും ഉണ്ടതാ. പോയരേ. ആയിക്കോട്ടെ, പോയിക്കോ. ബാക്കി തെങ്ങൊക്കെ ഞാൻ വേറെ ആരെയും വിളിച്ചോളാം. ഉള്ള ഭക്ഷണവും കഴിച്ച് നാട്ടിലേടില്ലാത്ത കൂലിയും വാങ്ങിയും പോകുക. അടി ഉരുണ്ട് പറഞ്ഞ് വീണാദ്യം ഒരു സാധനമാണ്. അപ്പോൾ ഇതാണോ ഓൻ്റെ പണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഓലൊക്കെ വിളിക്കുകയാണ് പോലെ പറ്റിയ സാധനോ? എന്തെങ്കിലും വിടൽസ് വിടുക ഇതന്നെ. ചുളുവിൽ പറ്റി 700 റുപ്യ വാങ്ങി, കുറച്ച് കുരുമുളകും കിട്ടി. ഇന്നത്തേക്കുള്ള കുശാലായി. പെണ്ണുങ്ങൾക്ക് സന്തോഷം.